സാർ POK ഇന്ത്യ തിരിച്ചു പിടിക്കുമോ? എന്താ ചോദിക്കാൻ കാര്യം എന്താ? അല്ല, ഇന്നലെ ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു POK ഇന്ത്യക്ക് തിരിച്ചു തന്നാൽ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. ഏത് ജയശങ്കർ? അഡ്വക്കേറ്റ് ജയശങ്കറാണ്? അല്ലല്ല, ഞാൻ മിനിസ്റ്റർ ജയശങ്കറിൻ്റെ കാര്യം ചോദിച്ചു. അദ്ദേഹം മറ്റേ ലണ്ടനിൽ വെച്ച് അവിടെ 3-4 ദിവസത്തെ പരിപാടിയുണ്ട്. ലണ്ടനിൽ പോയിരുന്നു. അപ്പോൾ ചാത്തം ഹൗസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഇൻ്റർനാഷണൽ റിലേഷൻസൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അവിടെ സംസാരിച്ച് ചർച്ചയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണത്തിന് ശ്രമിച്ചു. കാറിന് എതിരെ ഒരാൾ പാഞ്ഞെടുത്തു തീവ്രവാദി. അത് കഴിഞ്ഞൊരു പതാക, ഇന്ത്യയുടെ പതാക കീറിക്കളഞ്ഞു. അപ്പോൾ പോലീസുകാർ ഇത് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് സമയമൊക്കെ എടുത്തിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ തന്നെ ഇന്ത്യ പ്രതിഷേധിച്ചിരുന്നു. ബ്രിട്ടൻ വൈകുന്നേരമൊക്കെ ആയപ്പോൾ സംഭവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു MP പറഞ്ഞിട്ടുണ്ട് അത് ജനാധിപത്യ വിരുദ്ധമായി പോയി ആ നടപടി എന്ന് അവിടുത്തെ ഒരു MP-യും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് ചെവനിങ് ഹൗസിൽ ഒരു ചർച്ച നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഈ നമ്മുടെ കശ്മീർ പ്രശ്നം അവിടെ ജയശങ്കറിനോട് ഉന്നയിച്ചു. അവർ ചോദിച്ചു, ട്രംപും മോദിയും തമ്മിൽ ഇപ്പോൾ ചർച്ച നടന്നല്ലോ അവിടെ വാഷിങ്ടണിൽ. ആ ചർച്ചയിൽ വെച്ചിട്ട് ട്രംപ് എങ്ങാനും ഇത് രാജ്യാന്തര തലത്തിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇട്ടിട്ടുണ്ടോ എന്ന് ജയശങ്കറിനോട് ചോദിച്ചു. അപ്പോൾ ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പരിഹരിക്കാനായിട്ടൊരു മൂന്നാം കക്ഷിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ അറിയാം. POK, അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയ കുറച്ച് ഭൂപ്രദേശം പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. അതാണ് ഈ POK. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നതോടുകൂടി ഈ പ്രശ്നത്തിന്, കശ്മീർ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് പറഞ്ഞു. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റൊരു അടിയായിട്ടാണ് വന്നത്. അപ്പോൾ പാകിസ്ഥാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് പോക്കോ എന്നുള്ള മട്ടിൽ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നമുക്കതിന് മടിയുണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ പക്ഷേ കുറേയും കൂടി ഈ സനാതനധർമ്മം, നമ്മൾ ഇസ്രയേലിനെ പോലെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇത് എത്ര നേരത്തെ ഈ ഇസ്രയേലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രിയാകുന്ന ആളുകളൊക്കെ മുമ്പ് മൊസാദിലോ പട്ടാളത്തിലോ ഒക്കെ ജോലി ചെയ്ത ആളുകളാണ്. അങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ഒരു പശ്ചാത്തലം. അവിടുത്തെ സാധാരണ പൗരന്മാരും ഒക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ഇദ്ദേഹം തന്നെ മൊസാദിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് നെതന്യാഹു. അപ്പോൾ അവരാദ്യം ആലോചിക്കുമ്പോൾ പട്ടാളം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആണല്ലോ ആലോചിക്കുക. നമ്മൾ ആലോചിക്കുന്ന അങ്ങനെയല്ല. ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഭാഗവതത്തിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു, യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് ഈ സംഗതി നടക്കാത്തത്. ഇതല്ലെങ്കിൽ ഇത് 24 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ നെഹ്റുവാണ് ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്, ഈ പൊല്ലാപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെ ഇടയ്ക്ക് കുറേ ട്രൈബൽസ് ഉണ്ട്, ഗോത്രവർഗം. ആ ഗോത്രവർഗക്കാരെ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടു. അപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതെന്ന് തോന്നില്ല. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ തന്നെ പട്ടാള ജനറൽമാരാണ് അന്നത്തെ ആ ഗോത്രവർഗ, ഇപ്പോൾ ബംഗ്ലാദേശിൽ പിള്ളേരുടെ സമരം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയില്ലേ, ഇന്ന് പറഞ്ഞ പോലത്തെ സമരമായിരുന്നു ഇത്. ഈ ഗോത്ര വർഗത്തിൻ്റെ ഉള്ളിലേക്ക് പട്ടാളം തന്നെ നുഴഞ്ഞു കയറി ISI ആണത് അന്ന് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അന്ന് യുദ്ധം നടക്കുമ്പോൾ ആണ് ആദ്യമായിട്ട് ഗാന്ധി അഹിംസ മാറ്റിവെക്കുന്നത്. കാരണം നമുക്കെതിരെ ഒരു രാജ്യമുക്തമായിട്ട് വരുമ്പോൾ നമ്മൾ യുദ്ധം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അന്ന് ഗാന്ധിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനുമായിട്ട് 1947-48 കാലത്തെ അത് അല്ല ആളുകൾ സാധാരണഗതിയിൽ യുദ്ധമായിട്ട് കരുതുക 1971 ആ സ്വാതന്ത്ര്യം കിട്ടി ഉടനെ ഇത് നടക്കുന്ന അതുകൊണ്ടാണ് പിന്നെ നെഹ്റു അങ്ങോട്ട് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ മാറ്റിവെക്കുകയും. കാരണം അങ്ങോട്ട് കൊടുക്കുന്ന, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുമ്പോൾ സാധാരണ തറവാടുകൾ ഭാഗം വെക്കുന്നത് പോലെയാണ് ചെയ്തത്.
ഈ പാത്രങ്ങൾ, പണം, ഇത്ര പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിന് ആദ്യം സ്വന്തമായിട്ട് കറൻസി ഇല്ല. ഇന്ത്യ എന്ന് എഴുതിയ കറൻസിയിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള സീല് വെച്ചിട്ടാണ് കറൻസി സ്വാതന്ത്ര്യത്തിന് ശേഷം ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ഗാന്ധി പക്ഷെ സമരത്തിനിരിക്കാൻ തുടങ്ങി. ഉപവാസം ഡൽഹിയിൽ, നമ്മൾ പാകിസ്ഥാന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ അന്ന് മര്യാദക്കുള്ള ചിന്താഗതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ശരിയാണ്, അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ യുദ്ധത്തിന് ഉപയോഗിക്കാനാണ് സാധ്യത, ആയുധ സംഭരണത്തിനും ഒക്കെ. അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഗാന്ധി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി. അതാണ് ഗോഡ്സെ പോലുള്ളവർക്കൊക്കെ ഇഷ്ടമില്ലാതെയൊക്കെ വന്നത്. പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുകയാണല്ലോ ഗാന്ധി. അപ്പം ആ സമയത്ത് യുദ്ധം നടക്കുമ്പോൾ ഈ നെഹ്റു എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ POK പാകിസ്ഥാൻ പിടിച്ചടക്കിയിരിക്കുന്ന ആ ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ അതും കൂടി പിടിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ POK പാകിസ്ഥാൻ്റെ കയ്യിലായി. ഇത്രയും കൊല്ലമായിട്ട് കശ്മീരാണെങ്കിൽ നെഹ്റു ജനിച്ച സ്ഥലമാണ്, അപ്പോൾ ഒരു വൈകാരിക പ്രശ്നമൊക്കെ അങ്ങേർക്കുണ്ട്. അവിടെ ഹിന്ദു രാജാവ് ഹരിസിംഗ് ആണ് ഭരിച്ചിരുന്നത് ജമ്മു കാശ്മീരിൽ. ആ ഹിന്ദു രാജാവിനെതിരെ അവിടെ ജൂലൈ 13 തീയതി ആക്രമണമൊക്കെ നടന്ന് ജയിലാക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമൊക്കെ. ആ ദിവസം ഇപ്പോൾ അവിടെ രക്തസാക്ഷി ദിനമായിട്ട് കൊണ്ടാടണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവിടെ നിയമസഭയിൽ PDPയുടെ ഒരു അംഗം പറയുകയും BJP ഇറങ്ങിപ്പോക്കോ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അവിടെ. അപ്പോൾ 2019 മുതൽ അവിടെ ആ ദിവസം ആചരിക്കുന്നില്ല. BJP അങ്ങനെ തീരുമാനിച്ചു, ആ 370 പിൻവലിച്ചതോടുകൂടി. അപ്പോൾ നമ്മൾ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ ഈ മണ്ഡല പുനർനിർണയമൊക്കെ പറഞ്ഞിട്ട് അമിത്ഷാ കഴിഞ്ഞ കൊല്ലം സുപ്രീം കോടതി സെപ്റ്റംബറിന് മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ നടത്തി. അതിന് തൊട്ട് മുമ്പ് ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ മണ്ഡല വിഭജനവും എല്ലാം പറഞ്ഞിട്ട് ടേബിൾ ചെയ്ത രേഖയിൽ അമിത്ഷാ പാർലമെൻറ്റിൽ നമ്മൾ POKയിലെ 24 സീറ്റ് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ POK നമ്മുടെ ഭാഗമായിട്ട് തന്നെയാണ് മോദി സർക്കാർ കരുതുന്നത്. അവിടെ ആ സമയത്ത് ഇത് പിടിച്ചെടുക്കുമോ, തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്കിത് ഒരു രാപ്പകൽ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ബാലക്കോട്ട് ആക്രമണം നടത്തിയതല്ലേ, അത് ലഷ്കർ-e തയ്യബയുടെ ഒരു താവളം ആക്രമിക്കുക എന്നുള്ള ഒരു ലിമിറ്റഡ്, ഇവിടെ ഒരു ആക്രമണം നടത്തി അവരുടെ താവളം നശിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ POKയിൽ, അല്ലാത്ത കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം POKയിലാണെങ്കിൽ ഹമാസ് നേതാക്കൾ വന്നിരിക്കുന്നു. POKയിൽ ജമ്മുവിലും വന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ കണ്ടു. നമ്മൾ ഈ ഹമാസിൻ്റെ നേതാവ് POKയിൽ വന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ് വിശദമായിട്ട്. ജമ്മുവിലും വന്നു എന്നും മിനിഞ്ഞാന്നു തൊട്ട് റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് ഹമാസ്. അപ്പോൾ അതിൻ്റെയും കൂടിയൊക്കെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് POKയിൽ ഇടപെടാനുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ അല്ല. അതാണ് നേരത്തെ നമ്മൾ റഷ്യയും പാകിസ്ഥാനും തമ്മിലൊരു ബന്ധം വളർന്നു വരുന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു. പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഉണ്ട്. ഈ അവിടുത്തെ വനം വകുപ്പ് POKയിൽ ഒരുപാട് ടൂറിസം പദ്ധതികളൊക്കെ നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ POKയിലെ ജനം ഇന്ത്യയുടെ കൂടെയാണ്. കാരണം POKയിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ കാണാം, കശ്മീർ കാണാം, കശ്മീരിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാം. POKയിൽ കുറേ ജലവൈദ്യുത പദ്ധതികൾ ഒക്കെ ഉണ്ടവിടെ. ആ പദ്ധതികളിൽ നിന്നൊക്കെയുള്ള വൈദ്യുതിയൊക്കെ കൊണ്ടാണ് ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ വൈദ്യുതിയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ POKയിൽ ഇതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈ ബലൂചിസ്ഥാനിലൊക്കെ കഥ. അപ്പം കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലുമൊക്കെ POKയിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് POKയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട്.
POKയിൽ തന്നെ കുഞ്ഞുങ്ങളെ വിറ്റിട്ടാണ് പല സ്ത്രീകളും ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ റിപ്പോർട്ടുകളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് POK എനിക്ക് തോന്നുന്നത് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് POK നമ്മൾ മോചിപ്പിക്കും എന്നാണ് തോന്നുന്നത്. കാരണം RSSൻ്റെ പണി കശ്മീരിൽ എന്ന് പറഞ്ഞാൽ ജമ്മുവിലല്ല, വാലിയിൽ നടക്കുന്നുണ്ട്. അവിടെ നേരത്തെ ശ്യാമപ്രസാദ് മുഖർജിയെ ജയിലിലടച്ചിരുന്നല്ലോ നെഹ്റുവിൻ്റെ ഭരണകാലത്ത്. ശ്യാമപ്രസാദ് മുഖർജി അവിടെ ഒരു അറസ്റ്റ് ചെയ്തിട്ട് ഒരു കോട്ടേജിലാണ് താമസിപ്പിച്ചിരുന്നത്. ശ്യാമപ്രസാദ് മുഖർജി മരിച്ചുപോയി. അതിനെപ്പറ്റി അത് ദുരൂഹ സാഹചര്യത്തിലാണെന്നുള്ള സംശയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ വാലിയിൽ, കശ്മീർ താഴ്വരയിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രതിമ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഘം ശക്തമായി വരുന്നുണ്ട്. സന്ദർശനങ്ങളൊക്കെ ആവശ്യം പോലെയൊക്കെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വർക്ക് നടക്കുന്നുണ്ട്. ഈ കിഷ്ത്വാർ പോലെ ചില സ്ഥലങ്ങളുണ്ട് 30 കൊല്ലമായിട്ടൊക്കെ ഈ പാകിസ്ഥാൻ അത് ഈ കാടും പാറയിടുക്കും ഒക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളും ഒക്കെ ആയിട്ട് നേരത്തെ യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ പിടിച്ചടക്കിയ ഒരു ഭാഗമുണ്ട്. പിന്നീട് നെഹ്റുവിൻ്റെ കാലത്ത് വിട്ടുകൊടുത്തത്. ആ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ മറ്റേ ഹാജിപൂർ ചുരം എന്നൊക്കെ പറയുന്ന ഭാഗം, ആ പ്രദേശം നെഹ്റുവിൻ്റെ കാലത്ത് നിർത്തൽ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിട്ടുകൊടുത്തു. നമ്മുടെ കയ്യിലായിരുന്ന ഭാഗം. അല്ലെങ്കിൽ നമുക്ക് പാകിസ്ഥാനിലേക്കൊക്കെ ചെറിയ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാടും പാറയുമായിട്ട് കിടക്കുന്ന പ്രദേശമാണത്. അതുകൊണ്ടാണ് അവിടെ ഈ നുഴഞ്ഞു കയറ്റമൊക്കെ നടക്കുന്നുണ്ട്. നെഹ്റുവിൻ്റെ കാലത്തെ പാളിച്ച കാരണമാണ്, സൈനിക പാളിച്ച. നമ്മുടെ കയ്യിൽ ഹാജിപ്പീർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങോട്ട് വിട്ടുകൊടുത്താണ്, നമ്മൾ യുദ്ധത്തിൽ പിടിച്ചതാണ്. പട്ടാളക്കാരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതാണ്. നെഹ്റു അതൊന്നും മൈൻഡ് ചെയ്തില്ല. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. POKയും പിടിച്ചെടുത്ത ശേഷം അന്ന് വെടിനിർത്തിയാൽ മതിയായിരുന്നു. ഇതൊക്കെ അമിത്ഷാ മറ്റേത് ടേബിൾ ചെയ്യുമ്പോൾ പാർലമെൻറ്റിൽ അന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു നെഹ്റുവിൻ്റെ പാളിച്ച. അപ്പം നെഹ്റുവിൻ്റെ പാളിച്ചകൾ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതും നമ്മൾ തിരുത്തും. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ കയ്യിലേക്ക് വരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.